വിവാദങ്ങളും വിമർശനങ്ങളും ഒടുവിൽ കെട്ടടങ്ങി. ചർച്ചകൾക്കൊടുവിൽ വഖഫ് ഭേദഗതി ബില്ലിന് ലോകസഭയിലും രാജ്യസഭയിലും അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി നയിക്കുന്ന മൂന്നാം NDA സർക്കാരിൻ്റെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനങ്ങളിൽ ഒന്നാണ് വഖഫ് നിയമ ഭേദഗതി. 3 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന നിയമങ്ങളിലാണ് ജനാധിപത്യപരമായ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവാണ് ബിൽ അവതരിപ്പിച്ചത്. 14 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കും വോട്ടെടുപ്പിന് ശേഷമാണ് ഇരുസഭകളിലും ബിൽ അംഗീകരിച്ചത്. ബിൽ അവതരണത്തിന് ശേഷം അതിനാടകീയമായ രംഗങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത്. ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. ലോകസഭയിൽ ഹാജരായിരുന്ന 520 അംഗങ്ങളിൽ 288 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 പേർ എതിർത്തു. രാജ്യസഭയിൽ 128 പേരാണ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. 95 പേർ ബില്ലിനെ എതിർത്തും വോട്ട് ചെയ്തു. ഇരുസഭകളിലെയും ചർച്ചകൾക്കൊടുവിൽ പുലർച്ചെയോടെയാണ് ബില്ലിന് അംഗീകാരം ലഭിച്ചത്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഏറെ തെറ്റിദ്ധാരണകളാണ് മറ്റു രാഷ്ട്രീയ കക്ഷികൾ പരത്താൻ ശ്രമിച്ചത്. എന്നാൽ എല്ലാ തെറ്റിദ്ധാരണകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് വഖഫ് ബില്ലിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നേടിയെടുത്തിരിക്കുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കുന്ന വസ്തുവാണ് വഖഫ് സ്വത്ത്. ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നാണ് നിലവിലുള്ള വഖഫ് നിയമം അനുശാസിക്കുന്നത്. 1954 വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിയമം നിലവിൽ വന്നു. വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ വഖഫ് കൗൺസിലുകളും സ്ഥാപിച്ചത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ നിയമം റദ്ദാക്കി 1995 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമം നിലവിൽ വരികയും 2013 ഇതിൽ ഭേദഗതി വരുത്തുകയും ചെയ്തു. ഈ ഭേദഗതി അനുസരിച്ചാണ് നിലവിൽ വഖഫ് പ്രവർത്തിച്ചു പോരുന്നത്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ വഖഫ് ബോർഡുകൾ ഉണ്ട്. വഖഫ് സ്വത്തുക്കളുടെ പരിപാലനമാണ് ബോർഡിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് സ്വത്തുക്കൾ വിനിയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതും വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന കേന്ദ്ര സംവിധാനമാണ് വഖഫ് കൗൺസിൽ. കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ബദൽ തർക്ക പരിഹാര സംവിധാനമാണ് വഖഫ് ട്രൈബ്യൂണൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, പള്ളികൾ, ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് സാധാരണയായി ഭൂമി വഖഫ് ചെയ്യാറുള്ളത്. വഖഫ് ബോർഡുകളിലെയും കൗൺസിലുകളിലെയും എല്ലാ അംഗങ്ങളും നിലവിൽ മുസ്ലിം വിഭാഗക്കാരാണ്. ഏതെങ്കിലും സ്വത്ത് വഖഫാണോ എന്ന് ബോർഡിന് തോന്നിയാൽ അതേക്കുറിച്ച് അന്വേഷിക്കാനും തീരുമാനമെടുക്കാനും ഇപ്പോൾ വഖഫ് ബോർഡുകൾക്ക് കഴിയും. അത് സംബന്ധിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ വഖഫ് ട്രിബ്യൂണലുകളെ സമീപിക്കുകയും ചെയ്യാം. എന്നാൽ ഇതിനെയെല്ലാം പൊളിച്ചെഴുതുന്നതാണ് ഇപ്പോൾ നിലവിൽ വന്ന വഖഫ് ഭേദഗതി ബില്ല്. 1995 വഖഫ് നിയമത്തിലെ 44 വകുപ്പുകളിലാണ് മാറ്റം വരുത്തുന്നത്. വഖഫ് ബോർഡുകളുടെ അധികാരപരിധിയും സ്വത്ത് വിനിയോഗവും നിയന്ത്രിക്കുന്നതാണ് ഭേദഗതി. നിലവിലുള്ള നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വഖഫാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വഖഫ് ചെയ്യാൻ സാധിക്കൂ. വഖഫ് ട്രൈബ്യൂണലുകളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പണ്ഡിതനായിരിക്കണം എന്ന നിലവിലെ വ്യവസ്ഥയും റദ്ദാവുകയാണ്. വഖഫ് ബോർഡുകളിലെയും കൗൺസിലിലെയും എല്ലാ അംഗങ്ങളും നിലവിൽ മുസ്ലിം വിഭാഗക്കാരാണ്. എന്നാൽ പുതിയ ഭേദഗതി വരുമ്പോൾ കൗൺസിലിലെ 2 അംഗങ്ങൾ നിർബന്ധമായും മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവരാകണം. 2 മുസ്ലിം വനിതകളും നിർബന്ധമായും കൗൺസിലിൽ വേണം. മുൻപത്തേതുപോലെ ആർക്ക് വേണമെങ്കിലും ഭൂമി വഖഫായി നൽകാൻ സാധിക്കില്ല. 5 വർഷമെങ്കിലും ഇസ്ലാം മതമനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് മാത്രമേ ഭൂമി നൽകാൻ സാധിക്കൂ. പുതിയ ഭേദഗതി അനുസരിച്ച് വഖഫ് ബോർഡുകളുടെ അധികാരപരിധിയും സ്വത്ത് വിനിയോഗവും നിയന്ത്രിക്കപ്പെടും. വഖഫ് ഭേദഗതി പ്രകാരം ഭൂമി വഖഫിൽപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിന് നഷ്ടമാകും. പകരം വസ്തുവിൻ്റെ സർവേ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർമാർക്കായിരിക്കും. നിലവിലെ നിയമമനുസരിച്ച് ഭൂരിപക്ഷ ബോർഡ് അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. എന്നാൽ ഇനി മുതൽ ചെയർമാനെയും അംഗങ്ങളെയും സർക്കാരിനെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അന്തിമ വിധി പറഞ്ഞിരുന്നത് വഖഫ് ട്രൈബ്യൂണലുകളായിരുന്നു. എന്നാൽ ഭേദഗതി വരുമ്പോൾ വഖഫ് ട്രൈബ്യൂണലുകൾക്ക് അധികാരം കുറയും. ട്രൈബ്യൂണൽ വിധിക്കെതിരെ 90 ദിവസത്തിനകം ഹൈക്കോടതിയെ സമീപിക്കാനാകും. കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുനമ്പം ഭൂമി തർക്കത്തിനും ഇതോടെ പരിഹാരമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ലോകസഭയിൽ നടത്തിയ പ്രസംഗത്തിനിടെ മുനമ്പം ജനതയുടെ പോരാട്ടത്തെക്കുറിച്ചും കിരൺ റിജിജു പരാമർശിച്ചിരുന്നു. കേരളത്തിലെ മുനമ്പത്ത് 600ഓളം കുടുംബങ്ങളുടെ ഭൂമിക്കാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്.
ബിൽ നിയമമാകുന്നതോടെ മുനമ്പത്തുകാരുടെ ഭൂമി തിരികെ ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ബിൽ രാജ്യസഭയിലും പാസ്സായതോടെ മുനമ്പത്തെ നാട്ടുകാർ ആഹ്ലാദ പ്രകടനം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചുകൊണ്ടാണ് സമരക്കാർ സന്തോഷമറിയിച്ചത്. കാലാനുസൃതവും ജനാധിപത്യപരവുമായ മാറ്റങ്ങൾ തന്നെയാണ് വഖഫ് നിയമങ്ങളിൽ വന്നിരിക്കുന്നത്. മുസ്ലിം വോട്ട് ബാങ്കുകൾ മാത്രം ലക്ഷ്യം വെച്ചാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ജനാധിപത്യപരമല്ലാത്ത കാര്യങ്ങളെ കേവലം വിമർശിക്കുന്നതിനപ്പുറം എതിർക്കാനും അവ തിരുത്താനും ആർജവമുണ്ടെന്ന് ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാർ തെളിയിച്ചിരിക്കുന്നു.